രാജവാഴ്ചയുടെ ഓർമ്മകൾ പുതുക്കി കൊച്ചി രാജവംശത്തിന്റെ പാരമ്പര്യ ഉത്രാടക്കിഴി വിതരണം ചെയ്തു. ഓണക്കാലത്ത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ നൽകി വരുന്ന ഈ വിഹിതം പതിറ്റാണ്ടുകളായുള്ള ആചാരത്തിന്റെ തുടർച്ചയാണ്. ഓണം ഇത്തവണ മഴയ്ക്കൊപ്പം. സംസ്ഥാനത്ത് തിരുവോണ ദിവസം വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. വർഷങ്ങളായി കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലം പൂക്കളും കായ്ക്കളും കൊണ്ട് സമ്പന്നമാക്കി കുടുംബശ്രീ. മേലൂർ കുറുപ്പത്ത് ഇറിഗേഷൻ വക സ്ഥലത്താണ് മാതൃകാ കൃഷി ഒരുക്കിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് സർക്കാർ നൽകി വരുന്ന പരമ്പരാഗത ഉത്രാടക്കിഴി ഇത്തവണയും കൈമാറി. ഉത്രാടക്കിഴി എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും എടത്തുരുത്തിയിലും ചടങ്ങ് നടന്നു. ഓണക്കാലത്ത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ നൽകി വരുന്ന ഈ വിഹിതം പതിറ്റാണ്ടുകളായുള്ള ആചാരത്തിന്റെ തുടർച്ചയാണ്. കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്തെ ഗീതാ തമ്പുരാനും മകൾ സുപ്രിയ രാജയ്ക്കുമാണ് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി കൈമാറിയത്. കൊടുങ്ങല്ലൂർ തഹസിൽദാർ KP രമേശ് ഉത്രാടക്കിഴി സമർപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ MX ഫിലോമിന, PH ഹൻസ, മേത്തല വില്ലേജ് ഓഫീസർ TR പ്രശാന്ത്, PM ദിലീപ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി രാജാവ് പണ്ട് നിക്ഷേപിച്ച തുകയിൽ നിന്നുള്ള പലിശ ഉപയോഗിച്ചാണ് എല്ലാ വർഷവും ഉത്രാടത്തോടനുബന്ധിച്ച് രാജകുടുംബാംഗങ്ങൾക്ക് ഈ വിഹിതം നൽകി വരുന്നതെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. എടത്തിരുത്തി ചാഴൂർ കോവിലകത്തെ സരസ്വതി തമ്പുരാനും മനോരമ തമ്പുരാട്ടിക്കും ഇത്തവണ ഉത്രാടക്കിഴി സമർപ്പിച്ചു. തഹസിൽദാർ KP രമേശൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഹൻസ, ഫിലോമിന, എടത്തിരുത്തി വില്ലേജ് ഓഫീസർ സുൽഫത്ത് എന്നിവർ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി കൈമാറിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് തിരുവോണ ദിവസം വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിലും വ്യാപകമായി മഴ ലഭിച്ചേക്കും. ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓണാഘോഷങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇന്ന് കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 28 വരെ സംസ്ഥാനത്ത് നേരിയതോ മിതമായതോ ആയ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാള കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു. മാള കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണാഘോഷം KCCL ചെയർമാൻ PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വലിയൊരു കൂട്ടായ്മയായിട്ട് മാള പരിസരത്ത് 99-2000 കാലഘട്ടത്തിലാണ് മാള കേബിൾ വിഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെ കേരളത്തിനകത്ത് ഇത്തരം സബ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള മാള കേബിൾ വിഷൻ പോലെയുള്ള 10-200 വരുന്ന സംവിധാനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയായിട്ടാണ് ഇന്ന് കേരളത്തിനകത്ത് KCCL എന്ന് പറയുന്ന ഡിജിറ്റൽ കമ്പനിയും കേരള ബ്രോഡ്ബാൻഡ് എന്നുള്ള രീതിയിലുള്ള ബ്രോഡ്ബാൻഡ് കമ്പനിയൊക്കെ വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മളിന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മെമ്പർ സ്റ്റോറിൽ കടന്നിരിക്കുകയാണ്. KCCL ഇന്ന് 30 ലക്ഷം വീടുകളിൽ ഡിജിറ്റലും 15 ലക്ഷം വീടുകളിലും ബ്രോഡ്ബാൻഡ് ലഭിക്കുന്ന വലിയ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാള കേബിൾ വിഷൻ ചെയർമാൻ PL ജോണി അധ്യക്ഷത വഹിച്ചു. MD ജിജോ ജോസഫ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, കമ്പനി പാർട്ണർമാരായ P ഗിരീശൻ, സുമേഷ് PM, തോമസ് കവലക്കാട്ട്, PS സുബിതൻ, CP പ്രദീപ്, പൗലോസ് എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും സംഘടിപ്പിച്ചു. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കുചേർന്നു. ഒത്തുചേരലിന്റെയും സൗഹൃദത്തിന്റെയും നിറവിൽ ഓണാഘോഷം ശ്രദ്ധേയമായി. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വർഷങ്ങളായി കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലം പൂക്കളും കായ്ക്കളും കൊണ്ട് സമ്പന്നമാക്കി മാതൃകയാക്കി മേലൂർ കുറുപ്പത്തെ അനശ്വര കുടുംബശ്രീ.
മേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കുറുപ്പത്ത് ഇറിഗേഷൻ വക സ്ഥലത്താണ് വാർഡ് മെമ്പർ PR പ്രദീപിന്റെ നേതൃത്വത്തിൽ ഈ മാതൃകാ കൃഷി ഒരുക്കിയത്. വിളവെടുപ്പ് ഉത്സവം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മേഘനാഥൻ സ്മാരക ഗ്രാമീണ വായനശാലയുടെ 80-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി SN പുരം റൈഡേഴ്സ് ക്ലബ്ബും വായനശാലയും സംയുക്തമായി മുസ്രീസ് ബീച്ചിലേക്ക് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ മിഥുൻ മോഹൻ ചടങ്ങിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് വിപിൻ KV അധ്യക്ഷത വഹിച്ചു. SN പുരം റൈഡേഴ്സ് പ്രതിനിധി ശ്രീരാജി PS സൈക്ലിംഗ് സ്പോർട്സിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ MK സഹീർ, കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രതീഷ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ സ്വാതന്ത്ര്യം എന്റെ ആരോഗ്യം എന്ന സന്ദേശവുമായി ആരോഗ്യ സംരക്ഷണത്തിന്റെയും പരിസ്ഥിതി സൗഹൃദ യാത്രകളുടെയും പ്രാധാന്യവുമായി സംഘടിപ്പിച്ച റൈഡിൽ 50ഓളം സൈക്കിൾ യാത്രക്കാർ പങ്കെടുത്തു. വായനശാല പ്രവർത്തകരും ജനപ്രതിനിധികളും പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു. മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ദേവാലയ വികാരി ഫാദർ ജോർജ് വേലപ്പറമ്പിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത്, കേന്ദ്ര സമിതി പ്രസിഡന്റ് ബൈജു പീറ്റർ, കൈക്കാരന്മാരായ ജോസ് മാനാടൻ, ആന്റണി ചക്കാലക്കൽ, തോമസ് കൈമാതുരുത്തി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹൽ കമ്മിറ്റി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മാനവികതയുടെ മഹത്തായ സ്നേഹ സന്ദേശം പ്രചരിപ്പിച്ച മുഹമ്മദ് നബിയുടെ മിലാദാഘോഷത്തിന്റെ ഭാഗമായി ചേരമാൻ മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസംഗമം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമിഷ് അഗസ്റ്റിൻ കാട്ടുശ്ശേരി, ആലുവ അദ്വൈതാശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ, മുഹമ്മദ് ഷിഹ മദനി തുടങ്ങിയവർ സംസാരിച്ചു. മഹൽ പ്രസിഡന്റ് NA റഫീഖിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്നേഹസംഗമത്തിൽ അബ്ദുൽ അസീസ് നിസാമി, ഹുബുറുസിൽ AA തുടങ്ങിയവർ പങ്കെടുത്തു. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി തൃശൂർ ജില്ലാ ടീമിന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി മാരാങ്കോട് ഉന്നതിയിൽ ഓണസദ്യയും ഓണക്കിറ്റ് വിതരണവും നടന്നു. സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സന്ധ്യ ദേവിദാസൻ, കൂട്ടം ചാരിറ്റി സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CG ജോയ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. തോമസ് പുലിക്കോട്ടിൽ, പോൾ, ജോയ് പള്ളിയാൻ, ബാബു സച്ദേവ്, സാബു മൂപ്പൻ, KK സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയുടെ ഓണാഘോഷവും 2026 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ K സതീശൻ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. IMTTAയിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീനാരായണപുരം വാർഡ് മെമ്പർ US ഷിലു, നാരായണമംഗലം യൂണിയൻ LP സ്കൂൾ 2026 LSS വിജയി സാവൻ കൃഷ്ണ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. തുടർന്ന് പൂക്കള മത്സരം, ഉറിയടി തുടങ്ങിയ വിവിധതരം മത്സരങ്ങളും അധ്യാപക വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രിൻസിപ്പൽ ശാരിക PA, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ, KEC എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് വലിയാറ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയാറ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ സുലേഖ ഷാഹുൽ ഹമീദ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. വലിയാറ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് എഞ്ചിനീയർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ലൈഫ് സ്കിൽ ട്രെയിനറും പ്രമുഖ പരിശീലകനുമായ റഷീദ് സുഫഫ് മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ സെക്രട്ടറി VA മുഹമ്മദ് റിയാസ്, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജവാഴ്ചയുടെ ഓർമ്മകൾ പുതുക്കി കൊച്ചി രാജവംശത്തിന്റെ പാരമ്പര്യ ഉത്രാടക്കിഴി വിതരണം ചെയ്തു. ഓണക്കാലത്ത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ നൽകി വരുന്ന ഈ വിഹിതം പതിറ്റാണ്ടുകളായുള്ള ആചാരത്തിന്റെ തുടർച്ചയാണ്. ഓണം ഇത്തവണ മഴയ്ക്കൊപ്പം. സംസ്ഥാനത്ത് തിരുവോണ ദിവസം വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്.
വർഷങ്ങളായി കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലം പൂക്കളും കായ്ക്കളും കൊണ്ട് സമ്പന്നമാക്കി കുടുംബശ്രീ. മേലൂർ കുറുപ്പത്ത് ഇറിഗേഷൻ വക സ്ഥലത്താണ് മാതൃകാ കൃഷി ഒരുക്കിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.